ഒരുപാട് പേർ പറഞ്ഞിട്ടുള്ളതും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണ് ലോ ഓഫ് അട്രാക്ഷൻ. പലരും പറയും ലോ ഓഫ് അട്രാക്ഷൻ ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല, മാജിക്കാണ്, മന്ത്രമാണ്, തന്ത്രമാണെന്നൊക്കെ. ഞാൻ പറയുന്നു, ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ മാജിക്കുമല്ല, മന്ത്രവുമല്ല, തന്ത്രവുമല്ല. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയാവുന്നവർ ഒരിക്കലും അങ്ങനെ പറയത്തുമില്ല. അതൊരു ലോജിക്കാണ്, ലോയാണത്, അതൊരു നിയമമാണത്. നമ്മൾ നമ്മളുടെ വീടിന് വെളിയിലോട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ അങ്ങനെ ഇറങ്ങുമ്പം നമുക്ക് തോന്നിയതുപോലെ പോയി തോന്നിയതുപോലെ സാധനം മേടിച്ച് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. നമുക്കിപ്പം നമ്മുടെ ബൈക്ക് എടുത്ത് നമ്മൾ വെളിയിലോട്ട് പോകുമ്പോൾ നമുക്ക് റൈഡ് ചെയ്ത് പോകണം. റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് റോഡൊക്കെ അളന്ന് നമുക്ക് റൈഡൊക്കെ ചെയ്ത് പോകണം, നമുക്ക് ആഗ്രഹം കാണും. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ നിയമം അതിനനുസരിക്കുന്നില്ല. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ആ ഒരു നിയമം പാലിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടു പോയി സമാധാനത്തോടു കൂടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാവട്ടെ, സേവനങ്ങളാവട്ടെ, അതൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുള്ളൂ. നമുക്ക് ലോ ആൻഡ് ഓർഡർ പാലിക്കാതെ നമുക്ക് ഒരു സാധനവും സേവനവും ലഭിക്കുകയില്ല, നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനും സാധിക്കില്ല. അതിനാണ് നമുക്ക് ഒരു സമൂഹത്തിൻ്റെ ഒരു നിയമം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഭയം ഉള്ളത് കൊണ്ട് നമ്മൾ ആ നിയമത്തെ പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന നിയമം നമ്മൾ പാലിച്ചാലും പാലിച്ചില്ലെങ്കിലും നമുക്ക് പിഴ അടയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്നുമില്ല. അത് പാലിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ വളരെയേറെ അബണ്ടൻസും സമൃദ്ധിയായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയും. അവരാഗ്രഹിക്കുന്നെല്ലാം നേടിയെടുക്കാൻ കഴിയും. അതിനെക്കുറിച്ച് അറിവില്ലാത്തവരും അത് പാലിക്കാൻ താല്പര്യമില്ലാത്തവരും അതിന് മനസ്സില്ലാത്തവരും അവരത് പാലിക്കത്തില്ല, അത്രയേ ഉള്ളൂ. അവർക്ക് ആ ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് അവർക്ക് മുന്നോട്ട് ഒരു അടി പോലും മുന്നോട്ട് ഒരു സമ്പത്തിന്റെ ഒരു മേഖലയിലേക്കോ അല്ലെങ്കിൽ ഒരു ധനധാന്യ സമൃദ്ധിയുടെ ഒരു മേഖലയിലേക്കൊന്നും അവർക്ക് പോകാനോ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പോലും കഴിയില്ല. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് പോയി നമ്മുടെ ബൈക്ക് എടുത്തില്ല, കാർ എടുത്താണ് പോകുന്നത്. നമുക്ക് അങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നിയെടുത്ത് പോയി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അനുവാദമില്ല. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്, ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ നിയമം നമ്മൾ പാലിച്ചിരിക്കണം. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു സിനിമയ്ക്ക് നമ്മൾ പോവുകയാണ്, ഇവൻ നമ്മളൊരു ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അതും അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഞായറാഴ്ച ദിവസം നമുക്കൊരു ഇച്ചിരി ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇറച്ചക്കടയിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കുറേ ആൾ കൂടി നിൽപ്പുണ്ട്. നമ്മൾ പറയുന്നത് നമ്മൾ ഈ അടുത്തുള്ള ഒരു വലിയൊരു പണക്കാരൻ്റെ മോനാണ്, എനിക്ക് നിൽക്കാൻ സമയമില്ല, എനിക്ക് പെട്ടെന്ന് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അവിടെ നമ്മുടെ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ടൈം, നമ്മുടെ ക്ഷമ, നമ്മുടെ പേഷ്യൻസ് നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മുടെ പൊളൈറ്റ്, നമ്മുടെ മര്യാദ നമ്മളവിടെ പാലിക്കണം. ഇതെല്ലാം ചെയ്ത് ആദ്യം വന്നവർ പോയി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ആ സാധനം ലഭിക്കുകയുള്ളൂ. അവർ അതിനകത്ത് അവരുടെ മണിയും അവരുടെ ടൈമും എല്ലാം സ്പെൻഡ് ചെയ്ത് അവർ വാല്യൂ അഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം നമുക്ക് തരുമ്പം നമ്മുടെ വാല്യൂ അഡിക്റ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ടൈമും നമ്മുടെ പൊളൈറ്റും നമ്മുടെ ക്ഷമയും എല്ലാം ചേർന്ന് വാല്യൂ അഡിക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, അതിൻ്റെ കൂടെ നമ്മുടെ കറൻസിയും കൂടി നമ്മുടെ മണിയും കൂടി കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ആ സാധനം അല്ലെ സേവനം അവിടെ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. പ്രപഞ്ചത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിയമം പാലിച്ചിരിക്കണം. അത് പാലിക്കാൻ വളരെ എളുപ്പമാണ്, മനസ്സിലാകുന്നതാണ്, ലളിതമാണ്, ആർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിനു വേണ്ടി നമ്മുടെ മൈൻഡിനെ നമ്മളൊന്ന് റീപ്രോഗ്രാം ചെയ്യണം. ഇതിനാണ് ആരും തയ്യാറല്ലാത്തത്. എത്ര ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലും എത്ര പട്ടിണിയിൽ കിടന്നാൽ പോലും മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനോ ഒരു സമൃദ്ധിയിലേക്ക് പോകാനോ ആരും തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ളവരാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഈച്ച് ആൻഡ് എവറി മൊമെന്റിൽ, ഈച്ച് ആൻഡ് എവറി പേഴ്സണിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ ഈ ലോ ഓഫ് ഗ്രാവിറ്റി, അതായത് മുകളിലേക്ക് പോകുന്ന എന്തും താഴേക്ക് വന്നേ സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന എന്തും നമ്മുടെ കൈകളിൽ നിന്ന് വീഴുന്ന എന്തും ഭൂമിയിലേക്ക് പതിച്ചേ പറ്റുള്ളൂ. അതാണ് ലോ ഓഫ് ഗ്രാവിറ്റി. ഈ ലോ ഓഫ് ഗ്രാവിറ്റി നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ?
നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈച്ച് ആൻഡ് എവരി പേഴ്സണിൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയുന്നവരാണ് അത് പഠിച്ച് പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ അപ്ലൈ ചെയ്ത് അവർ ഒരു സമ്പന്നതയിലേക്ക് ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളത് ശരിക്കും പാലിക്കാത്തത്. അതായത് നമ്മുടെ മൈൻഡിനെ നമ്മളൊന്ന് റീപ്രോഗ്രാം ചെയ്തെടുക്കണം. നമുക്കൊരു നമ്മളെ തന്നെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങണം. നമുക്കൊരു എല്ലാത്തിനോടും ഒരു നന്ദി ഉണ്ടായിരിക്കും. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും നമ്മളെ ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവരോട് പോലും നമുക്കൊരു നന്ദി ഉണ്ടായിരിക്കണം. അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അതൊക്കെയാണ് നമുക്ക് ഇതൊന്നും ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം. അപ്പം ഈ നന്ദി ഉണ്ടായിരിക്കണം. അത് നമ്മളൊരു പ്രോപ്പർ വേയിൽ കൂടി പഠിച്ചെടുക്കണം. അതിന് പണ്ടൊക്കെ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം ഒരുപാട് ട്രെയിനർമാരുണ്ട്, ഒരുപാട് മോട്ടിവേറ്റർമാരുണ്ട്, ഒരുപാട് കോച്ചസ് ഉണ്ട്. അവരുടെയൊക്കെ അടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരിലേക്കൊന്നും ഇത് എത്തപ്പെട്ടിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല സമ്പത്തും സമ്പന്നർക്ക് മാത്രമുള്ളതല്ല, നമ്മളെപ്പോലുള്ളവർക്കും എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്. ഇതൊന്നും അറിയാതെ നമ്മൾ ദാരിദ്ര്യത്തിൽ ജനിക്കുന്ന ആരുടെയും കുറ്റമൊന്നുമില്ല. പക്ഷെ ദാരിദ്ര്യത്തിൽ മരിക്കുക എന്നത് നമ്മുടെ മാത്രം കുറ്റമാണ്. ഈ പ്രപഞ്ചത്തിൽ ഇത്രയധികം അബണ്ടൻസുകൾ നമ്മളെ കാത്തിരുന്നിട്ടും അതൊന്നും കണ്ടെത്താനോ അതൊന്നും അനുഭവിക്കാനോ യോഗ്യതയില്ലാത്തവരെ പോലെ നമ്മൾ ദാരിദ്ര്യത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൽ തന്നെ മരിച്ചു പോകണം. നമ്മൾ പിന്നീടുണ്ടാകുന്ന തലമുറകളെ പോലും നമ്മൾ ആ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് നമ്മൾ മരിച്ചു പോകുന്നത്. അങ്ങനെ ചെയ്യരുത്. ഈ പ്രപഞ്ചത്തിലെ സകല സമ്പത്തും നമുക്കും കൂടി അർഹതപ്പെട്ടതാണ്. കാരണം നമ്മുടെ ക്രിയേറ്ററാണ് നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്രിയേറ്ററിൻ്റെ അടുത്തും ആർക്ക് കൊടുത്താലും തീരാത്ത വിധ സമ്പത്തുകളുണ്ട്. അത് ശരിയായിട്ട് എങ്ങനെയാണ് നമ്മളത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് അറിയാതെ പോകുന്നതുകൊണ്ടാണ് നമുക്കത് ലഭിക്കാതെ പോകുന്നത്. അപ്പം ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. എൻ്റെ പേര് ലിസ്. മൈൻഡ് ചാനൽ മാനിഫെസ്റ്റേഷൻ കോച്ച് ആൻഡ് ഫെങ്ഷുയി വെൽത്ത് കോച്ച്. എൻ്റെ ചാനലിൻ്റെ പേര് ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അബണ്ടൻസ് ജേർണി എന്നാണ് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര്. എൻ്റെ ചാനലിൻ്റെ താഴെ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, നിങ്ങൾ ആരായിരിക്കണം, എന്തായിരിക്കണം, നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എപ്പം നിങ്ങൾക്ക് കിട്ടണം, ഇതൊക്കെ ഞാൻ അവിടെ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് പഠിപ്പിച്ചു തരും. അതാണ് എന്നെ യൂണിവേഴ്സ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം അതാണ്. കാരണം ഞാനിത് പലരുടെ കയ്യിൽ നിന്നും പഠിച്ച് ഒരുപാട് ഫീസുകളൊക്കെ കൊടുത്ത് ഞാൻ പല സൈഡിൽ നിന്നും പഠിച്ച് 10,000-40,000 രൂപയൊക്കെ കൊടുത്ത് ഫീസൊക്കെ കൊടുത്ത് പഠിച്ചതാണ്. ഈ അറിവൊക്കെ എൻ്റെ കയ്യിൽ വെച്ചോണ്ടിരുന്നിട്ട് ഞാൻ മരിച്ചു പോകുമ്പോൾ ഈ അറിവും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഉപകാരം? അതേസമയം നമുക്കുള്ള അറിവ് നമ്മൾ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുമ്പോൾ അതൊരു നന്മ പ്രവൃത്തി തന്നെയാണ്. ചിലപ്പം നമ്മുടെ ഒരു അറിവ് കൊണ്ടായിരിക്കും ഒരാളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പം ഞാൻ അതിനുവേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ്. നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ കാണും വരെ, ഇതുവരെ എന്നെ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ലൊരു ഒരു വീഡിയോ ആയിട്ട് നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നെ നിയോഗിച്ച എൻ്റെ പ്രപഞ്ചത്തിന് ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ് ഗൈഡൻസ് ഫോർ മീ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഞാൻ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് ഞാൻ പറയാം.